ഒരു ജാറിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം, കുരുമുളക് പൊടി, ഉലുവ പൊടിച്ചത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കൂടി ഇട്ട് അതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് നമ്മൾ ഒതുക്കി വെച്ച മിക്സ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് കായാണ് ഇട്ട് കൊടുക്കുന്നത്. കായവും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് തുവരപ്പരിപ്പ് വേവിച്ച വെള്ളവും പുളി പിഴിഞ്ഞ വെള്ളവും കൂടിയുള്ളതാണിത് ഒഴിച്ചു കൊടുക്കുന്നത്. പരിപ്പ് വേവിച്ച് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം വെള്ളം മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്ന് അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ.